ഹലോ മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം നേരിട്ടുണ്ടോ? അത് നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ പോയിട്ട് പരീക്ഷ എഴുതുകയാണ്. പക്ഷെ പരീക്ഷ പേപ്പറിൽ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പഠിച്ച ടോപ്പിക്കായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, അവസാനം ഓർമ്മ വരുന്നില്ല, അല്ലെ ആ ചോദ്യം മനസ്സിലാവുന്നില്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ നേരിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ സാർ ഉണ്ട് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല കുട്ടികൾക്കും ഈ ഒരു സെയിം പ്രശ്നം ഉണ്ടാവും. ഇനി ഒരുപക്ഷെ നിങ്ങൾ ഇത് പഠിച്ചവരാണെങ്കിൽ ഈ പ്രശ്നം നിങ്ങൾ ഓൾറെഡി നേരിട്ടുണ്ടാവുള്ളൂ. നിങ്ങളൊന്നും ഇതൊരു പഠിച്ചിട്ട് പരീക്ഷ എഴുതിയിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ഈ വർഷത്തെ മോഡൽ എക്സാമിനോ പബ്ലിക് എക്സാമിനോ ഇത് വരാം. അത് പക്ഷേ വരാൻ പാടില്ല. കാരണം നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ പഠിച്ചു പോയ സാധനം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്തായിരിക്കും? ഇതിനുള്ളൊരു സൊല്യൂഷൻ കൂടുതൽ പഠിക്കുക എന്നല്ല. ഞാൻ കൂടുതൽ പഠിച്ചതുകൊണ്ട് സാർ ഇത് ശരിയാവും, ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. ഈ ഒരു പ്രശ്നത്തിന് ആകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എന്ത് പ്രശ്നം എന്താ? നിങ്ങൾ അലിച്ച് കോമൺ സെൻസ് വെച്ച് അലിച്ചു. പ്രശ്നം എന്താ? ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ആ രീതിയിൽ കാണുമ്പോൾ, ജമ്പിൾഡ് ആയിട്ട് കാണുമ്പോൾ, അല്ലെ നിങ്ങൾ ഇത്രയും നാളും ഓരോരോ ചാപ്റ്റർ അതിൻ്റെ ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു പോയിരിക്കും. പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ചോദ്യം 9ാമത്തെ ചാപ്റ്റർ എന്നായിരിക്കും, 2ാം ചോദ്യം 3ാമത്തെ ചാപ്റ്റർ എന്നായിരിക്കും, അടുത്ത ചോദ്യം 7ാമത്തെ. അപ്പോൾ ആ രീതിയിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആ പ്രശ്നം പ്രാക്ടീസ് ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതിന് കുറേ പേപ്പറൊന്നും എഴുതണ്ട, 2-3 എഴുതുമ്പോൾ തന്നെ പ്രശ്നം സോൾവ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സീരീസ് കൊണ്ടുവരാൻ പോവാണ്. ഇത് എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. കേരളത്തിലെ എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്സാമിനർ ഒരു സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകണം. മക്കളെ ബാക്കിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് +1 മോഡൽ എക്സാം സീരീസ്. അതായത് നിങ്ങളുടെ ആക്ച്വൽ മോഡൽ എക്സാമിന് മുമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി കിടിലൻ മോഡൽ എക്സാം തരുന്നതായിരിക്കും. അത് പുതിയ എക്സാം പാറ്റേൺ വെച്ചിട്ട് ക്രിസ്മസ് എക്സാമിന് നമ്മൾ കണ്ട ഈ പുതിയ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് ടൈം ടേബിളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫെബ്രുവരി 7ാം തീയതി മുതൽ നമ്മൾ ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സാം ഫിസിക്സിൻ്റെ മോഡൽ എക്സാം ആയിരിക്കും. അപ്പോൾ ഫുൾ ലെങ്ത് മോഡൽ എക്സാം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ആലോചിക്കുന്നത് ചിലപ്പോൾ സാർ ഞാനിത് ഫുള്ള് പഠിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് വെച്ചിട്ട് നിങ്ങൾ ഈ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ വരിക. പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. കാരണം ഇതിൽ നിങ്ങൾ പ്രഷർ എടുക്കേണ്ട ആവശ്യമില്ല. ഈ പേപ്പറിൽ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പഠിക്കുന്ന ലേണിംഗ് പോയിന്റ് ഓഫ് വ്യൂ അപ്രോച്ച് ചെയ്താൽ മതി. തൊട്ടടുത്ത ദിവസം അതിൻ്റെ ആൻസർ കീ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും, വീഡിയോ സൊല്യൂഷൻ ആയിട്ട് വരുന്നതായിരിക്കും. തൊട്ടടുത്ത ദിവസം മാത്സിന് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, ആൻസർ കീ നോക്കുന്നു, പേപ്പർ അറ്റൻഡ് ചെയ്യുന്നു. ഈ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡൽ എക്സാമിന് മുമ്പ് ഒരു സീരീസ് ഓഫ് മോഡൽ എക്സാം നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. അത് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. ഈ സാർ ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ആകെ എത്രയേ ഉള്ളൂ, എല്ലാ ദിവസവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് വരാൻ പോകുന്നത് നമ്മുടെ examiner.com വെബ്സൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ജസ്റ്റ് ഗൂഗിളിലോ അല്ലെ നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ examiner.com പോവുക. എന്നിട്ട് ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. അവിടെ മോഡൽ എക്സാം സീരീസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ +1 മോഡൽ എക്സാമിൽ ഇപ്പോൾ ഫിസിക്സിൻ്റെ മാത്രമേ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഫിസിക്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആക്ച്വൽ നിങ്ങളുടെ പേപ്പർ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഫിസിക്സ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫിസിക്സിൻ്റെ പേപ്പർ ലോഡായി വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ലോഡായി വരും. എന്നിട്ട് ആക്ച്വൽ നിങ്ങളുടെ പബ്ലിക് എക്സാം പേപ്പർ നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക ആ രീതിയിൽ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ പേപ്പർ ആയിരിക്കും, 60 മാർക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഇത് ഞാൻ നോക്കിയിട്ട് ഇതിഎനിക്കറിയില്ല അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം അവിടെ സോൾവ് ആവില്ല. അവിടെ സോൾവ് ആവണമെങ്കിൽ നിങ്ങൾ എല്ലാ ഡിസ്ട്രാക്ഷനും, ഫോണ്, എല്ലാ കാര്യങ്ങളും എല്ലാ ഡിസ്ട്രാക്ഷനും പാട്ടൊക്കെ ഒഴിവാക്കി എങ്ങനെയാണോ നിങ്ങൾ എക്സാം ഹോളിലിരിക്കുക ആ എൻവയോൺമെൻറ്റ് നിങ്ങൾ സിമുലേറ്റ് ചെയ്യണം. എന്നിട്ട് എങ്ങനെയാണോ പേപ്പർ എഴുതുക അതേപോലെ തന്നെ ചെയ്യണം. ഒരു നോട്ട്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ ഓരോരോ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി പോവുക. ചില ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടാവില്ല, അത് വിടുക, അതിന് സ്ഥലം വിടുക. എങ്ങനെയാണോ പേപ്പർ ആക്ച്വലി എടുക്കുക അതേപോലെ എടുക്കണം. എന്നാൽ മാത്രമേ മറ്റേ പ്രശ്നം സോൾവ് ആവുള്ളൂ. അതല്ലാതെ നിങ്ങളിത് അറിയോ നോക്കി കളിച്ചിട്ട് ആ പ്രശ്നം സോൾവ് ആവില്ല. ആ പരീക്ഷ എഴുതുന്നതിനുള്ള പ്രശ്നം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ പേപ്പർ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു 1.5 മണിക്കൂർ ആ പേഷ്യൻസോടെ ഇരിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി ഇല്ലേ, ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും നിങ്ങളുടെ പേരൻസിന് ആർക്കും ആ ഒരു പേഷ്യൻസിൻ്റെ ക്വാളിറ്റി ഇല്ല. കാരണം എന്താ, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഒരു ഇതിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ പേഷ്യൻസ് ഉണ്ടാക്കാതെ ഈ പരീക്ഷ എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ, വേറൊരു വഴിയില്ല.
മാത്രമല്ല ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മൾ പുതിയ പാറ്റേൺ പ്രകാരമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും നിങ്ങൾ ഇതിൽ കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ അതേപോലെയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ വർഷത്തെ പേപ്പറിൻ്റെ പാറ്റേൺ, ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ പേപ്പറിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫിസിക്സിലും മാത്സിലൊക്കെ NCERT എക്സാമ്പിൾസ്, എക്സസൈസസ്, എക്സാമ്പിളാർ എന്നൊക്കെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് പലതും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പല ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഇതേപോലത്തെയോ അല്ല ഇതേ ചോദ്യങ്ങളോ നിങ്ങളുടെ പബ്ലിക് എക്സാം വരാം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇതൊക്കെ എപ്പോഴാണ് സാർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക? നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എല്ലാ ദിവസവും 5 മണിക്ക്, ഇടവിട്ടുള്ള ദിവസങ്ങൾ 5 മണിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടൈം ടേബിൾ പ്രകാരം നമ്മുടെ വെബ്സൈറ്റിൽ ലൈവ് ആയിരിക്കും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ 5 മണിക്ക് തന്നെ എഴുതി തീർക്കുക അത്. ഓക്കെ, എന്നിട്ട് അടുത്ത ദിവസം 5 മണിക്കായിരിക്കും നമ്മൾ അതിൻ്റെ ആൻസർ കീ വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ആൻസർ കീ വീഡിയോയിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാത്തിൻ്റെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവും. ഒന്ന്, ആ എക്സാമിനോടുള്ള ആ ഒരു ഫ്രിക്ഷൻ ഇല്ലേ, ആ ഫ്രിക്ഷൻ ഒഴിവാക്കാനും മാത്രമല്ല നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്, നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ എന്തിനാ ഈ മോഡൽ എക്സാം വരെ വെയിറ്റ് ചെയ്യുന്നത്, അത് നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചുകൂടെ? ഓക്കെ, അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓവറോൾ ഞാൻ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിനെക്കാട്ടിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50% പോർഷന് പഠിച്ചു കുട്ടിക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് അടിപൊളി ഒരു സീരീസാണ്, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ, പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യണം, തകർക്കണം നമുക്ക്. ഓക്കെ, ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഇനി ഉണ്ടാവുക. ഷോർട്ട് നോട്ട്സിൻ്റെ നോട്ട്സ്, റെക്കോർഡ് ക്ലാസ്, അതിൻ്റെ ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ PYQൻ്റെ കംപ്ലീറ്റ് ക്ലാസ്, വീഡിയോ സൊല്യൂഷൻസ്, അതുകൂടാതെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എല്ലാം വെച്ച് പഠിച്ച് 90% മുകളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യണം. അതിന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങൾ +2 മര്യാദയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ +2 കുറേ കാര്യങ്ങൾ വരുന്നതായിരിക്കും, ഇതുപോലെയൊന്നും ആയിരിക്കില്ല. പ്രാക്ടിക്കൽസ് ഉണ്ടാവും, പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് പ്രാക്ടിക്കൽസ് ഉണ്ടാവും, എൻട്രൻസ് എക്സാംസ് ഉണ്ടാവും, അതുകൂടാതെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, +1 ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ +2 പബ്ലിക് എക്സാം ഉണ്ടാവും. ഇതെല്ലാം കൂടി വരുന്നതുകൊണ്ട് ഈ +1 കളിക്കുന്ന സർക്കസ് ഒന്നും അവിടെ നടക്കില്ല. ആദ്യം മുതലേ പഠിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം മുതലേ എക്സാമിൻ്റെ +2 ഇയർ ബാച്ചിൽ ലൈവായിട്ട് തന്നെയാണ് എല്ലാ ക്ലാസ്സസും എടുക്കാൻ പോകുന്നത്. അത് എൻട്രൻസ് ബാച്ചിലാണെങ്കിൽ ലൈവായിട്ട് തന്നെയാണ് നെക്സ്റ്റ് ഇയർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വെച്ച് പഠിക്കണം. നേരെ +2ലേക്ക് ജോയിൻ ചെയ്യുക. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ +2ലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് +1 ക്രാഷ് കോഴ്സ് ഫ്രീ ആയി കിട്ടും. ഓക്കെ, റെഡി? അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ ലൈവിൽ ഇനി കണ്ടുകൊണ്ടിരിക്കാം. ഈ ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മക്കളെ. ബൈ ബൈ, ടേക്ക് കെയർ.